2004 ഒന്നാം UPA ഗവൺമെന്റ് കാലം മുതൽ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുന്ന സഖ്യകക്ഷിയാണ് DMK. കരുണാനിധിയുടെ കാലത്തും സ്റ്റാലിന്റെ കാലത്തും അതിനൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. 2014-2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മോദി തരംഗത്തിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിനെ കൈവിടാതെ പിടിച്ചു നിർത്തിയവർ. പാർലമെന്റിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ആവശ്യപ്പെടാതെ കോൺഗ്രസിന്റെ പിന്നിൽ നിന്നവർ. പല നിലപാടുകളും കോൺഗ്രസിനേക്കാൾ വലിയ BJP വിരോധികളാണെന്ന് തോന്നിച്ചവർ. ഇങ്ങനെയൊക്കെ ആയിരുന്നു DMK. എന്നിട്ട് കോൺഗ്രസ് തിരിച്ചു ചെയ്തു കൊടുത്തതോ? ഒരുമിച്ച് ഇലക്ഷനെ നേരിട്ട് വോട്ട് എണ്ണിത്തീരും മുൻപേ ട്രെൻഡ് മനസ്സിലാക്കി DMKയെ പിന്നിൽ നിന്ന് കുത്തി എതിരാളികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതും DMKയുടെ വോട്ടിൽ ജയിച്ച കോൺഗ്രസ് MLA-മാരെ വെച്ച്. ഇതിനോടകം തന്നെ DMK ദേശീയ സ്പോക്ക് പേഴ്സണായ ശരവണൻ ഉൾപ്പെടെ പല DMK നേതാക്കളും കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വിജയിക്ക് ആശംസ നേരുകയും കോൺഗ്രസ് പിന്തുണ അറിയിക്കുകയും ചെയ്ത സ്ഥിതിക്ക് കോൺഗ്രസ് DMK സഖ്യം അവസാനിച്ചു എന്ന് വേണം കരുതാൻ. രാഹുൽ ഗാന്ധി ഒരു മണ്ടനാണെന്ന് വീണ്ടും തെളിയിച്ച സംഭവമാണിത്. കാരണം DMKക്ക് 22 MP-മാർ ലോക്സഭയിലും 10 പേര് രാജ്യസഭയിലുമുണ്ട്. മൊത്തം 32 MP-മാരുടെ പിന്തുണയാണ് ഒറ്റയടിക്ക് കോൺഗ്രസ് പാർലമെന്റിൽ കളയാൻ പോകുന്നത്. വിജയ് വഴി തമിഴ്നാട് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കിട്ടുമെങ്കിലും 2031 തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ വിജയ് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടക്കും, അതല്ലെങ്കിൽ DMK തിരികെ വരും. അതല്ലാതെ കോൺഗ്രസ് ഭരണമൊന്നും പിടിക്കാൻ പോണില്ല. കോൺഗ്രസ് ചതിച്ച ഗ്യാപ്പിൽ DMK BJP സഖ്യം വന്നാൽ പാർലമെന്റിൽ 2029 വരെ 32 MP-മാരുടെ അധിക സപ്പോർട്ട് നരേന്ദ്രമോദിക്ക് കിട്ടും. 2029 BJP ബംഗാളും തമിഴ്നാടും കൊണ്ട് മാത്രം 50 MP-മാരെ നിലവിലെ സംഖ്യയിൽ നിന്ന് അധികം സൃഷ്ടിക്കും. വിജയ് ഓക്കെയാണ്. പക്ഷേ ബാക്കി 100-ന് മുകളിലുള്ള MLA-മാരൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്തവരാണ്. അവരെ കൺട്രോൾ ചെയ്യാൻ DMK സെറ്റപ്പിലുള്ള ഒരു പാർട്ടിയല്ല TVK. എല്ലാം ഒരു ഞാണിൽമേൽ കളിയാണ്. പാളിയാൽ 2031 DMK ശക്തമായി തിരികെ വരും. ചിലപ്പോൾ അതിനു മുൻപേയും തിരികെ വരാം. ഇത്തരമൊരു സാഹചര്യത്തിൽ അക്കരെ പച്ച കണ്ടു ചാടിയവർ ഒരു മണ്ടൻ തന്നെയാണ്. എന്നിട്ട് 2029 BJP 300 കടക്കുമ്പോൾ EVM-നെ കുറ്റം പറയാൻ കോമാളിയായ രാഹുൽ ഗാന്ധി ഓടിയെത്തുകയും ചെയ്യും.